മറ്റു വാർത്തകളിലേക്ക്. പത്തനംതിട്ട റാന്നി പാലച്ചുവട് SNDP UP സ്കൂളിൽ കിണർ തേവുന്ന ആയയെ പരിചയപ്പെടാം. സ്കൂൾ അടച്ചു കഴിഞ്ഞ പ്രധാനാധ്യാപിക രാജ ടീച്ചർ സ്കൂളിലെ ആയയോട് പറഞ്ഞു, സ്കൂൾ അടച്ചു, ഇനി നമ്മുടെ കുഞ്ഞുങ്ങൾ തിരികെ വരുമ്പോഴേക്കും കിണറും പരിസരവുമെല്ലാം കാടുപിടിക്കും. അതിനു മുൻപ് ഒരു ജോലിക്കാരന്റെ സഹായത്തോടെ ഇവയെല്ലാം വൃത്തിയാക്കണം. 3 വർഷമായി ഇവിടെ ജോലി നോക്കുന്ന ആയ സിന്ധുവിന്റെ മറുപടി കേട്ട് രാജ ടീച്ചർ ഒന്ന് അമ്പരന്നു. ആരെയും ഏൽപ്പിക്കേണ്ട, ഇക്കുറി നമ്മുടെ കിണറിൽ ഞാൻ ഇറങ്ങാം. ടീച്ചർ പരമാവധി നിരുത്സാഹപ്പെടുത്തിയെങ്കിലും സിന്ധു തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. മണിക്കൂറുകൾക്കകം കിണറിൽ വളർന്നു കിടന്ന കാടും വെള്ളത്തിലെ ചെളിയുമെല്ലാം കോരി വൃത്തിയാക്കി. കൂടാതെ ടാങ്കും സ്കൂളിന്റെ പരിസരവുമെല്ലാം മൂവർ സംഘം വൃത്തിയാക്കാൻ ആരംഭിച്ചു. പുറത്തുനിന്ന് ആളെ വിളിക്കാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നമ്മുടെ ഉച്ചഭക്ഷണം, കുട്ടികൾക്ക് വേണ്ടി ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന സിന്ധു പറഞ്ഞു, വേണ്ട, പുറത്തുനിന്ന് ആരെയും വിളിക്കേണ്ട, ഞാൻ തന്നെ ചെയ്തു തരാം എന്ന് പറഞ്ഞ് സിന്ധു നമ്മുടെ MBTA പ്രസിഡൻ്റായ സരിതയും കൂടെയാണ് ഈ കിണർ വൃത്തിയാക്കുകയും ടാങ്ക് വൃത്തിയാക്കുകയും ചെയ്തത്. എനിക്ക് പേടിയായിരുന്നു സിന്ധുവിനെ ഇറക്കുക എന്ന് പറയുമ്പോൾ. സിന്ധുവിനൊന്നത് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 1 വർഷം ആകുന്നേ ഉള്ളായിരുന്നു. അപ്പം അതുകൊണ്ടൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ സിന്ധുവിന് വേണ്ട, ടീച്ചർ പേടിക്കണം, ഞാൻ ഇറങ്ങി വൃത്തിയാക്കിക്കൊള്ളാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയല്ലേ എന്ന് പറഞ്ഞാണ് ഇറങ്ങി. മുമ്പൊരിക്കൽ തന്റെ വീട്ടിലെ കിണർ തേവാൻ കാശില്ലാതെ വന്നപ്പോൾ സ്വന്തമായി കിണറ്റിലിറങ്ങി വൃത്തിയാക്കിയ അനുഭവമാണ് സിന്ധുവിന് ധൈര്യം നൽകിയത്. ഞാൻ ധൈര്യം കൊടുത്തു ടീച്ചറിന് ഭയങ്കര ടെൻഷനും പേടിയും ഒക്കെ ആയിരുന്നു എന്നെ ഇറക്കാനായിട്ട്. ടീച്ചറോട് പറഞ്ഞു, വേണ്ട, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇറങ്ങാമെന്ന് പറഞ്ഞു. ഞാനാണ് ഇറങ്ങിയത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ സ്കൂളിലെ PTA പ്രസിഡന്റ് സരിതയോട് വിവരം പറഞ്ഞപ്പോൾ സരിതയ്ക്ക് 100 വട്ടവും സമ്മതമായിരുന്നു. അപ്പം സരിതയും അതിനൊരു പിന്തുണയായിട്ട് കൂടെ നിന്ന് ഞങ്ങളെല്ലാം നല്ല ഭംഗിയായി വൃത്തിയായി എല്ലാം ചെയ്തു. ഒരു ജോലി എല്ലാവരുടെയും സ്വപ്നമാണ്. സിന്ധുവിനെ പോലെയുള്ള ആയമാർ ഏതൊരു സ്കൂളിലും മുതൽക്കൂട്ടാണ്. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.